തമിഴ്നാടിനെ നടുക്കിയ കോയമ്പത്തൂർ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് വേണ്ടി പകലും രാത്രിയും നീണ്ട തിരച്ചിൽ. അതിനിടെ നഗരത്തിൽ നിന്നു മാറി വെള്ളക്കിണറെന്ന പ്രദേശത്ത് അക്രമികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം. പോലീസ് വീട് വളഞ്ഞതോടെ വടിവാളും ആയുധങ്ങളുമായി രക്ഷപ്പെടാനുള്ള പ്രതികളുടെ നീക്കം. ആക്രമണം ചെറുക്കാൻ പോലീസിന്റെ വെടിവെപ്പ്. നാടകീയ നീക്കത്തിനൊടുവിൽ 3 പ്രതികളും പിടിയിൽ. വെടിയേറ്റ ഗുണ, കാർത്തിക്, കാളീശ്വരൻ എന്നിവരും പരിക്കേറ്റ പോലീസുകാരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. സ്വകാര്യ കോളേജിലെ MBA വിദ്യാർത്ഥിനിയായ 19-കാരിയെ തട്ടിക്കൊണ്ടുപോയി 3-അംഗ സംഘം കൂട്ടബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പോലീസിന്റെ മിന്നൽ നീക്കം. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾ കോയമ്പത്തൂരിന് സമീപം വെള്ളക്കിണറിൽ ഒളിച്ചു കഴിയുകയാണെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലാകുന്നത്. പുലർച്ചെയോടെ സ്ഥലത്തെത്തിയ പോലീസ് വീട് വളഞ്ഞു. അതിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ പ്രതികൾക്ക് നേരെ വെടിവെപ്പ്. പ്രതികളായ ഗുണയുടെ ഒരു കാലിനും കറുപ്പുസ്വാമിയുടെയും കാളീശ്വരന്റെയും 2 കാലുകൾക്കും വെടിയേറ്റതായാണ് വിവരം. ഒളിപ്പിച്ചു വെച്ച വടിവാൾ ഉപയോഗിച്ചായിരുന്നു പ്രതികൾ പോലീസിനെ ആക്രമിച്ചത്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രശേഖറിന്റെ ഇടത് കൈത്തണ്ടയിൽ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതികളെയും കോയമ്പത്തൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ ഗുണ, കറുപ്പുസ്വാമി, കാളീശ്വരൻ എന്നിവർ ശിവഗംഗ ജില്ലയിൽ നിന്നുള്ളവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കറുപ്പുസ്വാമിയും കാളീശ്വരനും സഹോദരങ്ങളാണ്. 3 പേർക്കെതിരെയും കൊലപാതകം, കവർച്ച തുടങ്ങി നിരവധി കേസുകൾ നിലവിലുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഞായറാഴ്ചയാണ് കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിൽ സുഹൃത്തുമായി കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ 3-അംഗ സംഘം എത്തി പെൺകുട്ടിയെ ആക്രമിച്ചത്. ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം കാറിലുണ്ടായിരുന്ന യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിയ ശേഷം വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ കടന്നു കളഞ്ഞു. പരിക്കേറ്റ ആൺസുഹൃത്ത് പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ കോളേജിന് പിന്നിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് അബോധാവസ്ഥയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. യുവതിയെ നഗ്നയാക്കി ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പുലർച്ചെ 4ഓടെയാണ് രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. News 18 കോയമ്പത്തൂർ.